സമയം ഏകദേശം 4:30 കാണും. ഒരു 6:30 ആകുമ്പോഴത്തേക്കും ഡിബയിലെത്തുക, അതാണ് പ്ലാൻ. കുറച്ച് നേരം ഞാനൊന്ന് ഉറങ്ങട്ടെ, ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും നമുക്ക് ഡിബ കാണാം. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പം പ്രത്യേക ഒരു ഭംഗി പോലെ തോന്നുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് അല്ലെങ്കിൽ പുറത്തിറങ്ങി ഒന്ന് ചായ കുടിക്കണമെങ്കിൽ നല്ല വൈബായിട്ടുണ്ട്. എക്സിബിഷൻ സെൻറ്ററിൽ തന്നെ വലിയ ക്രൗഡൊന്നുമില്ല. നമ്മളിപ്പോൾ ഷാർജയിലൊക്കെ എവിടെയെങ്കിലും എക്സിബിഷൻ കാണുവാണെങ്കിൽ ഉള്ള ഒരു ക്രൗഡ് അവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു കുറച്ചുകൂടെ കാമായിട്ട് അവിടെയുള്ള കാര്യങ്ങൾ കാണാനും എല്ലാം ഒരു നല്ലതായിട്ട് തോന്നി. 8:30 ഒക്കെ ആയിട്ടുണ്ട്, നല്ല വിശക്കുന്നുണ്ട്. സോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഡിബ പോർട്ടിന് സൈഡിൽ പോയിട്ട് ടെൻ്റ് അടിച്ച് കിടക്കാം എന്നാണ് പ്ലാൻ. അടുത്ത് എവിടെയും ഗ്രിൽ ഷോപ്പ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഗ്രില്ല് വാങ്ങിച്ച് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. പാർക്കിംഗ് ബീച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിട്ടി, അവിടെ തന്നെ ടെൻ്റ് അടിക്കാം. സോ ആ ഫെസിലിറ്റി എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടായിരുന്നു. ബാത്റൂം ഫെസിലിറ്റി ഇല്ല, പിന്നെ പോർട്ടിൻ്റെ ലൈറ്റും എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി സേഫ്റ്റി ഫീൽ ചെയ്തു. അടുത്തുള്ള എല്ലാവരും ഫാമിലീസാണ്, അപ്പം വലിയ ക്രൗഡഡും അല്ല, ആൾക്കാരൊക്കെ അവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്തങ്ങ് നടക്കുന്നു. സോ നമുക്കും ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. മോനും കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, ഫുഡൊക്കെ കഴിച്ചു, പിന്നെ ക്രാക്കേഴ്സൊക്കെ പൊട്ടിച്ചു, കുറച്ച് നേരം ഒരു ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ചിരുന്നു. തണുപ്പുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ കയറി കിടന്ന് ഉറങ്ങിയായിരുന്നു. നൈറ്റ് ആ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഒരു ഫീലായിരുന്നു. മോർണിംഗ് എണീക്കുമ്പോഴുള്ളൊരു ആ വ്യൂ ഭയങ്കര രസമായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയായിരുന്നു. ആ ഫ്രണ്ടിൽ ബീച്ചും എന്നിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ മലയും ഇതൊക്കെ കാണാൻ പറ്റുമ്പോൾ ഉള്ള ആ ഒരു പ്രത്യേകതരം ഒരു വ്യൂ ആയിരുന്നു. ഞാൻ ഇതുവരെ കണ്ടതിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു രീതിയായിരുന്നു അത്. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ആൾക്കാരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, ബാക്കിയുള്ളവർ ചെയ്യുന്നു എന്നൊക്കെ ഞാൻ ജസ്റ്റ് നോക്കി. ഞാനും ഒന്ന് നടന്നു. മോനും എണീക്കാത്തതുകൊണ്ട് കുറച്ച് ദൂരം ഞാൻ നടന്ന് അവിടേക്ക് നിന്ന് കണ്ട് ഒക്കെ വന്നു. ലാസ്റ്റ് ഇയർ റാസൽ കൈമയിലുള്ള ലോങ് ബീച്ച് റിസോർട്ട് പോയപ്പോഴത്തേക്കും തൊട്ടേ എൻ്റെ ഒരു പ്ലാനായിരുന്നു ഒരു ബീച്ച് സൈഡിൽ പോയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് കുറച്ച് നേരം അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. അൽഹംദുലില്ലാഹ് ഇത്തവണ അത് നടന്നു. ഫൈനലി ഫുഡ് റെഡി. നമുക്ക് കുറച്ച് നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് കഴിക്കാം. എന്നിട്ട് കുറച്ച് നേരം ബീച്ചിലൊക്കെ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇറങ്ങിയിട്ട് ചൂടാകുന്നതിന് മുമ്പ്, വെയിലടിക്കുന്നതിന് മുന്നേ നമുക്ക് തിരിച്ച് ഷാർജയിലേക്ക് പോവേണ്ടതാണ്. പോയ ബോട്ടൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട്, ആൾക്കാരൊക്കെ ഫിഷിങ്ങിന് പോയ ബോട്ടൊക്കെ വന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു. ഇവാനും എണീറ്റു, ബീച്ചിലോട്ട് ഇറങ്ങി. നമ്മളെല്ലാവരും കുറച്ച് നേരം നടന്നു. ബാക്കി കുട്ടികൾക്ക് കളിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ കണ്ടു നിന്ന് കുറച്ച് നേരം. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. ഞാൻ വേറെ ഡ്രസ്സ് കൊണ്ടുപോയില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കുളിച്ചില്ല. പക്ഷേ നല്ല രസമായിരുന്നു. ഈ വ്യൂ എല്ലാം കണ്ടിട്ടൊക്കെ പോകാനും തോന്നില്ല. ഇനി എപ്പോഴാണ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ഡേ ഇതുപോലെ വരണം ആഗ്രഹമുണ്ട്. എൻ്റെ ഒരു ഹെൽത്ത് വേസ് വെച്ചിട്ട് ഇതിപ്പം ഇനി എപ്പോഴാണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. ഇൻഷാ അല്ലാഹ് വരണം. കുറച്ചും കൂടെ ബാക്കിലൊക്കെ ആൾക്കാർ ഊഞ്ഞാലൊക്കെ കെട്ടി ആടുന്നതൊക്കെ ഉണ്ടായിരുന്നു, ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എനിവേ ഇനി ഇൻഷാ അല്ലാഹ് പോവുകയാണെങ്കിൽ അതൊക്കെ എല്ലാം ഷൂട്ട് ചെയ്തിട്ട് കാണിക്കാം. Mimi ada lagi. Kata.
കേറ്റാനാ